തിരുവനന്തപുരം പോത്തൻകോട് കൊലക്കേസിന്റെ പുതിയ വിവരങ്ങൾ പുറത്ത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതിലെ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട്. മരിച്ച വയോധിക ബലാത്സംഗത്തിന് ഇരയായിട്ടുണ്ടെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. തലക്കേറ്റ ക്ഷതമാണ് മരണകാരണം. വയോധികയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ മുറിവും കണ്ടെത്തിയിട്ടുണ്ട്. സംഭവത്തിൽ പ്രതിയായ തൗഫീഖിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇയാൾ പോക്സോ കേസിലടക്കം പ്രതിയാണ്. കൊലപാതകം നടന്ന സ്ഥലത്തിന് സമീപത്തെ CCTVയിൽ കണ്ട ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തൗഫീഖിനെ പോലീസ് പിടികൂടിയത്. CCTV ദൃശ്യങ്ങളിലുള്ളത് തൗഫീഖ് തന്നെയാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. ഇയാൾക്കെതിരെ കവർച്ച, പോക്സോ കേസുകളടക്കം ഉണ്ടെന്ന് പോലീസ് അറിയിച്ചു. തങ്കമണിയുടെ പക്കൽ നിന്നും കാണാതായ സ്വർണ്ണക്കമ്മൽ പ്രതിയിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. കൊയ്ത്തൂർക്കോണം സ്വദേശി മണികണ്ഠ ഭവനിൽ തങ്കമണിയെ വീടിനോട് ചേർന്നുള്ള പുരയിടത്തിലാണ് രാവിലെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തങ്കമണിയുടെ മുഖത്ത് മുറിവേറ്റ പാടുകൾ ഉണ്ടായിരുന്നു. ബ്ലൗസ് കീറിയ നിലയിലും ഉടുത്തിരുന്ന ലുങ്കി മൃതദേഹത്തിൽ മൂടിയ നിലയിലുമാണ് മൃതദേഹം കണ്ടത്. തങ്കമണിയുടെ കാതിലുണ്ടായിരുന്ന സ്വർണ്ണക്കമ്മൽ നഷ്ടപ്പെട്ടിരുന്നു. പുലർച്ചെ പൂ പറിക്കാൻ പോയ തങ്കമണി മടങ്ങി വരാത്തതിനെ തുടർന്ന് ബന്ധുക്കൾ അന്വേഷിച്ചപ്പോഴാണ് പറമ്പിൽ മരിച്ചു കിടക്കുന്നത് കണ്ടത്. പ്രതി തിരുവനന്തപുരം രാജാജി നഗറിൽ നിന്നും മോഷ്ടിച്ച ബൈക്കിലാണ് മംഗലപുരത്തെത്തിയത്. മറ്റൊരു വാഹനത്തിലാണ് സ്ഥലത്തു നിന്നും മടങ്ങിയതെന്നും പോലീസ് പറഞ്ഞു. അതേസമയം കൊലപാതകത്തിലേക്ക് നയിച്ചത് ഷർട്ടിടാത്തത് ചോദ്യം ചെയ്തതാണെന്ന് പ്രതി വെളിപ്പെടുത്തി. പുലർച്ചെ തൗഫീഖ് ഷർട്ടിടാതെ നിൽക്കുന്നത് തങ്കമണി ചോദ്യം ചെയ്തിരുന്നു. ഇതിന്റെ പേരിൽ ഇരുവരും തമ്മിൽ തർക്കമുണ്ടായി. വാക്കേറ്റത്തിനൊടുവിൽ തൗഫീഖ് തങ്കമണിയെ കൊലപ്പെടുത്തുകയായിരുന്നു.